بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരിമാരൊക്കെ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ പിന്നിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സഹോദരിമാർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എണീറ്റ് കസേരയോടുകൂടി ഒന്ന്, കസേര ഫ്രീ ആണെങ്കിൽ അതിലൊന്ന് ഇരിക്കണമെന്ന് സംഘാടകർ അറിയിച്ചിരിക്കുകയാണ്. SKSSF കളമശ്ശേരി മേഖല സംഘടിപ്പിക്കുന്ന ഹിദായ കോൺഫറൻസ് 2016 വളരെ അർത്ഥവത്തായ ധന്യമായ പ്രോഗ്രാമുകൾ ഉൾക്കൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഇന്ന് നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ച ആദരണീയരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ SKSSFന് കരുത്തുറ്റ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവർകൾ, തന്റെ 5 വർഷത്തെ കാലയളവിൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞമ്മൽ സാഹിബ് അവർകൾ, അതുപോലെ നമ്മുടെ ഈ മഹത്തായ വേദിക്ക് അനുഗ്രഹീതമായ പ്രാർത്ഥന നടത്തിയ അബ്ദുൽ ലത്തീഫ് വാഫി ഉസ്താദ് അവർകൾ, സ്വാഗത ഭാഷണം നടത്തിയ നൗഫൽ തീനാടൻ, ഈ പ്രൗഢമായ സദസ്സിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രഗത്ഭനായ അധ്യക്ഷൻ PH അജാസ്, മറ്റു നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സയ്യിദ് അവർകൾ, അതുപോലെ പണ്ഡിതന്മാർ, സാംസ്കാരിക സംഘടന മേഖലകളിൽ നഭമണ്ഡലങ്ങളിൽ പ്രചരിച്ചു നിൽക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, അതുപോലെ ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, SKSSFന്റെ പ്രഗത്ഭരായ കരുത്തരായ പ്രവർത്തകരെ, അള്ളാഹു നമ്മുടെ ഈ ഒരു സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് നന്മ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഈ ഒരു മഹത്തായ പരിപാടിക്ക് ശാരീരികമായി മാനസികമായി സഹകരണം ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുകയും ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത കർമ്മോത്സുകരായ പ്രവർത്തകർക്ക് അല്ലാഹു ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഭക്ഷണം നൽകിയ വീട്ടുകാർ, അല്ലാഹു ആ സഹോദരന്റെ വീട്ടിലും മക്കളിലും കുടുംബത്തിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകി അല്ലാഹു അദ്ദേഹത്തെയും കുടുംബത്തെയും ആദരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് മോണിറ്റർ ഉണ്ടല്ലോ, മാക്സിമം ഫുള്ള് മോണിറ്റർ ഷാർപ്പാക്കിയിട്ട് 3 സ്റ്റെപ്പ് ഡിലേറ്റ്. ഖബറിലെ കൂട്ടുകാർ എന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടേണ്ട, നാളേക്ക് വേണ്ടി നമ്മൾ എടുത്തുവെക്കേണ്ട ചില നന്മകളാണ് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ കാലികമായ വിഷയങ്ങളിൽ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം ആദരണീയരായ വണമ്പള്ളി ഉസ്താദ് അവർകൾ നടത്തിയതുകൊണ്ട് ഞാൻ നേരെ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ അഭിവന്യരായ ശൈഖുന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ അവർകൾ ഇവിടെ വരാനിരിക്കുന്നത് കൊണ്ടും അമുഖം വെട്ടിച്ചുരുക്കി ഞാൻ നേരെ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ജനിച്ചവരൊക്കെ മരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പായും സംഭവിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഏക സ്വരത്തോടെ നമ്മൾ പറയുന്നത് മരണം എന്നതാണ്. മരിക്കാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ മരിക്കാതെ ലോകത്താരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാവണമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സ്വർഗീയ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയും അന്ത്യനാളിന്റെ സൂചനകൾ നമ്മുടെ കൺമുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താമസിയാതെ ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമതും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഇവിടെ നമ്മെപ്പോലെ ജീവിച്ച് നമ്മെപ്പോലെ മരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിക്കാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? അത് ആലോചിക്കുകയാണ് പല ആളുകളും. മരിക്കാതെ രക്ഷപ്പെടാൻ എന്താണ് വഴി? മരണത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള വഴി ആളുകൾ ആലോചിക്കുന്നുണ്ട് വർഷങ്ങളായി. അതിനുള്ള മരുന്നുകളും അതിനു വേണ്ടുന്ന പഠനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം നിന്നിലേക്ക് വരുന്നതുവരെ നീ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എത്ര പഠനങ്ങൾ നടന്നാലും മരിക്കാതെ രക്ഷയില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതല്ല പ്രശ്നം, മരണം ആഖിബത്ത് നിന്നാവണം. സുഖത്തോടെയുള്ള ഒരു പര്യവസാനം നമ്മൾക്ക് വേണം. മരണശേഷം നമ്മുടെ ജീവിതം സന്തോഷമാവണം. കാരണം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സന്നിധിയിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഖബറിനെ കാണുമ്പോൾ കരയുന്നത് എന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്,
ഖബർ കാണുമ്പോൾ ഞാൻ കരയാനുള്ള കാരണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, നമ്മളൊരു യാത്രക്കാരാണ്, നമ്മൾ പ്രവാസികളാണ്. നമ്മുടെ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടുകൂടെയാണ്. അവിടെ മുതലാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ വീട്, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ വീട് ഖബറാണ്. ആ ഖബറിടം രക്ഷപ്പെട്ടാൽ, ആ ഖബറിടം സ്വർഗീയമായാൽ, പിന്നെയുള്ള ശേഷമുള്ള എല്ലാ കടമ്പകളും, ശേഷമുള്ള എല്ലാ മേഖലകളും വളരെ സുഖത്തോടെയായിരിക്കും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നരകത്തെയല്ല, മഹ്ശറയെ അല്ല, സിറാത്ത് പാലത്തെയല്ല. എന്റെ ജീവിതത്തിൽ എനിക്കേറ്റവും പേടി തോന്നുന്നത് ഖബറാണ്. കാരണം അവിടെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ള ജീവിതം സന്തോഷമാണ്, അവിടെ പരാജയപ്പെട്ടാൽ പിന്നെയുള്ള ജീവിതം അപകടമാണ്. അതുകൊണ്ട് നാളെ നമ്മൾ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ ഖബറിടം രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി, ഒരു അമലായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമത്തെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒരു വെളിച്ചമായി, അവിടെ ഒരു പ്രകാശമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ആരാണ് അവിടെ വിജയിക്കുക? മുഅ്മിനീങ്ങളായ, മുസ്ലിമീങ്ങളായ നമ്മൾ മരണശേഷം ഒരു ജീവിതമില്ല എന്നതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, ലോകത്ത് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് പല ആളുകളും. അങ്ങനെ ഒരു ചിന്തയാണ് മുസ്ലിമീങ്ങളായ നമ്മൾക്കുള്ളതെങ്കിൽ നമ്മൾക്കിവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അല്ലേ? മരിച്ചാൽ എല്ലാം തീർന്നു എന്നതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ പിന്നെ നമ്മളിവിടെ മുത്തഖയായി പതിവ്രതയോടെ നന്മ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്തും ചെയ്യാം, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്. ഇതൊരു യാത്രയാണ്. പ്രവാസ ലോകത്തേക്ക് കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചിട്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ദൈനംദിനം ആളുകൾ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് ചേക്കേറുന്നത് അവർക്ക് ഒരു ജീവിതം നാട്ടിൽ തുടങ്ങാനാണ്, ഇവിടെ ഒരു വീട് വെക്കാനാണ്, മക്കളുടെ കല്യാണം വളരെ ഖേമമായി നാട്ടിൽ നടത്തുവാനാണ്. അങ്ങനെ ഒരു താല്പര്യം അവർക്കില്ല എങ്കിൽ ഗൾഫിലേക്ക് ചേക്കേറേണ്ട ആവശ്യമില്ല. അപ്പൊ ഗൾഫിലേക്ക് പ്രവാസ ജീവിതം നയിക്കുന്നത് നമ്മുടെ നാടും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനാണ്. അതുപോലെ ഖബർ ജീവിതം പുതിയൊരു ജീവിതമാണ്. ആ ഒരു ജീവിതം സന്തുഷ്ടമാക്കാൻ, അവിടെ രക്ഷപ്പെടാൻ, അവിടെ പ്രയാസങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, പ്രാരാബ്ധങ്ങളില്ലാതെ, വേദനകളില്ലാതെ വളരെ സന്തോഷത്തോടെ അവിടെ ജീവിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് ചില വഴികൾ പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഒരു സഹാബി, ഒരു അറാബി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മതസ്സാഅ, അന്ത്യനാൾ എന്നാണ്, ഖിയാമത്ത് നാൾ എന്നാണ് നബിയെ, ലോകാവസാനം എന്നാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിക്ക് 2012 ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നല്ല പറഞ്ഞു കൊടുത്തത്. 2027 ലോകത്തിന്റെ അവസാനം സംഭവിക്കും എന്നല്ല പറഞ്ഞു കൊടുത്തത്. പകരം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് വമാ അഅദത്ത ലിസ്സാഅ, അന്ത്യനാൾ ഇന്ന് സംഭവിച്ചാൽ, അന്ത്യനാൾ നാളെ സംഭവിച്ചാൽ എന്താണ് രണ്ടാമതൊരു ജീവിതത്തിലേക്ക് നീ എടുത്തു വെച്ചത് എന്നാണ്. ശേഷമുള്ള ജീവിതത്തിലേക്ക് നീ എന്താണ് എടുത്തു വെച്ചത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത്. അതിന് തദ്വിഷേകമായി വളരെ മനോഹരമായ ഒരു ഹദീസ് കൂടി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അൽ കയ്യിസു ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു ശരീരം പലതും ചെയ്യാൻ പറയുമ്പോ, പലതും പ്രവർത്തിക്കാൻ പറയുമ്പോ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. SSLC പബ്ലിക് എക്സാമുകൾ നടക്കുമ്പോ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിക്കുന്നവനല്ല ബുദ്ധിജീവി. ഹയർ സെക്കൻഡറിയുടെയും PGയുടെയും UGയുടെയും എക്സാമുകൾ നടക്കുമ്പോ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്നവനല്ല ബുദ്ധിജീവി. പകരം ബുദ്ധിജീവി മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുകയും മരണശേഷം ഒരു ജീവിതമുണ്ട്, ആ ഖബറിലേക്ക് നന്മകൾ ഒരുക്കുന്നവനുമാണ് ബുദ്ധിജീവി. ഇപ്പൊ നമ്മളിൽ ബുദ്ധിമാൻ ആരാണ് എന്നതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ബുദ്ധിമാൻ ആര് എന്നൊരു ചർച്ച നടന്നാൽ ഈ ഐഹിക ലോകത്തെ ത്യജിക്കുകയും ദുനിയവിയായ താൽപര്യങ്ങൾ വെടിയുകയും, ഇത് ജീവിതമല്ലേ, ഇന്നമദ്ദുനിയാ മതാഉൽ ഗുറൂർ, ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ ചതിയുടെ ലോകമാണ്, ഈ ഒരു ലോകമല്ല എനിക്ക് വേണ്ടത്, നാളെ മഹ്ശറയും ഖബറുമാണ് വിജയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശരീരത്തിന്റെ താൽപര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിജീവി. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ആരാണ് പ്രവർത്തനങ്ങൾ ഒരുക്കി വെക്കുന്നത്? എപ്പോഴാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്നത് നീ ആലോചിക്കരുത്. എപ്പോഴാണ് മരിക്കുക എന്നത് നീ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കാം, ഞാൻ മരിക്കേണ്ടവനാണ്, പക്ഷെ എപ്പോഴാണ് മരിക്കുക അതല്ല നിന്നെ വ്യാകുലപ്പെടുത്തേണ്ടത്. നീ ആലോചിക്കേണ്ടത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് എന്താണ് ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഞാൻ മരിച്ചുപോയാൽ, ഒരുപാട് ആളുകൾ ലാ തഖൂമുസ് സാഅതു ഹത്താ യൽഹറ മൗതുൽ ഫജ്അ, പെട്ടെന്ന് മരിച്ചു പോവാതെ, വർഷങ്ങളായി രോഗത്തിൽ കിടക്കാതെ പെട്ടെന്നുള്ള മരണം, ഹൃദയാഘാത മൂലമുള്ള മരണങ്ങൾ സംഭവിക്കാതെ അന്ത്യനാൾ സംഭവിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പെട്ടെന്ന് മരിച്ചു പോവാ. രാത്രി ഉറങ്ങാൻ കിടന്നവർ, ഒരു രോഗവുമില്ലാത്ത ആളുകൾ, വാർദ്ധക്യത്തിന്റെ പടുവാതിൽക്കലിലേക്ക് എത്താത്ത ആളുകൾ, ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകാതെ, പെട്ടെന്നുള്ള മരണം സംഭവിക്കാതെ, ഹൃദയാഘാതം പോലെയുള്ള മരണം സംഭവിക്കാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് എന്താ, അങ്ങനെ ഒരു മരണം എന്നെയും പിടികൂടിക്കൂടെ? ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ പോയാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഒളിച്ചു നിൽക്കാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ ഭദ്രതയുള്ള കെട്ടുറപ്പുള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ചെന്ന് ഞാൻ മരിക്കാതെ രക്ഷപ്പെടട്ടെ എന്ന ആലോചനയോടെ ഒരുപാട് സൈന്യത്തെ വിന്യസിച്ച്, ഒരുപാട് പട്ടാളത്തെ വിന്യസിച്ച് ഒരാൾ കോട്ടകൊത്തളങ്ങളുടെ മധ്യേ ജീവിച്ചാലും മരിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, മരണം ഉറപ്പാണല്ലോ, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരിശുദ്ധമായ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅൻതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിൻ നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ജൂതന്മാരെ,
ജൂതന്മാരെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളാണ് അല്ലാഹുവിന്റെ ആളുകളെന്ന്, നിങ്ങളാണ് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരെന്ന്. നിങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാനല്ലേ ആഗ്രഹിക്കുക? അതുകൊണ്ട് നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ് നമ്മളെങ്കിൽ നമ്മൾ മരിക്കാൻ കൊതിക്കും, അല്ലേ? അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരായ ഔലിയാക്കളെല്ലാം ദുനിയാവിന് പ്രാധാന്യം നൽകാതെ മരണത്തെ അവർ കൊതിച്ചു നിന്നത്. എന്നാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുക. അങ്ങനെ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണെന്ന് ഏതെങ്കിലും സംഘടനയ്ക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കൂല. എന്തേ? നിങ്ങളുടെ കയ്യിൽ അമലില്ല, നിങ്ങളുടെ കയ്യിൽ നന്മയില്ല. മരണശേഷമുള്ള അനന്തര ജീവിതത്തിലേക്ക് നിങ്ങളൊന്നും സ്വായത്തമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മരണത്തെ ഭയക്കുന്നത്. ولا يتمنونه أبدا بما قدمت أيديهم. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പാപങ്ങളുടെ ഭാരങ്ങൾ കാരണം, തിന്മകൾ കാരണം നിങ്ങൾ ഒരിക്കലും മരണത്തെ കൊതിക്കുകയില്ല, ഒരിക്കലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുകയില്ല. കാരണം ബിമാ ഖദ്ദമത് ഐദീഹിം, നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പാപഭാരമാണ്. നമ്മൾക്കൊക്കെ മരണത്തെ പേടിയാണ്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കുമെന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളായിരിക്കും. കാരണം എന്താ? ബിമാ ഖദ്ദമത് ഐദീഹിം, നമ്മൾ ചെയ്തു കൂട്ടിയതാണ് മരണത്തിൽ നിന്ന് നമ്മെ പേടിപ്പിച്ച് മാറ്റി നിർത്തുന്നത്. നന്മ ചെയ്താലോ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട പത്നി ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, വാ ഹുസ്നാ, എന്റെ ദുഃഖമേ, എന്റെ ഖേദമേ, എന്റെ പൊന്ന് ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ, ഇനി എനിക്ക് ആരാണുള്ളത് എന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങളെ തന്റെ ഭാര്യയുടെ മുഖം നോക്കിയിട്ട് പറയുന്നത്, അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്. വാ ഫർഹ, എന്റെ സന്തോഷമേ, വാ തറബാ, എന്റെ ആനന്ദമേ, ഗദൻ നൽഖൽ അഹിബ്ബ, ഞാൻ നാളെ എന്റെ സ്നേഹിതനായ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്, എന്റെ ഹബീബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്, എന്റെ കൂടെ സഹപ്രവർത്തനം ചെയ്ത എന്റെ സഹപ്രവർത്തകരായ സ്വഹാബാക്കളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ദുഃഖമെന്നല്ല പറയേണ്ടത്, സന്തോഷമെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ തിരുത്തുന്നത് ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ നന്മയാണ്. അതാണ് അല്ലേ? ഉളൂ ചെയ്താൽ, ഉളൂ ഇല്ലാതെ മഹാനായ ബിലാൽ തങ്ങൾ ജീവിച്ചിട്ടില്ല, ഉളൂ ഇല്ലാതെ ജീവിച്ചിട്ടില്ല. ഉളൂ പോയാലോ ഉടനെ ഉളൂ ചെയ്യും, ഉളൂ ചെയ്താലോ ഉടനെ സുന്നത്ത് നിസ്കരിക്കും. മനസ്സിലായില്ല? ഉളൂ ഇല്ലാതെ അശുദ്ധിയോടുകൂടി മഹാനായ ബിലാൽ തങ്ങൾ ജീവിച്ചിട്ടില്ല. ഉളൂ പോയാൽ, അശുദ്ധിയുണ്ടായാൽ ഉടനെ ശുദ്ധി ചെയ്യുകയും ശുദ്ധി വരുത്തുകയും വുളൂ ചെയ്യുകയും തൊട്ടുടനെ തന്നെ വുളൂഇന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗീയ ലോകത്ത് ബിലാൽ തങ്ങളുടെ കാൽപെരുമാറ്റം കണ്ടപ്പോ ബിലാൽ തങ്ങളോട് ചോദിച്ചുവല്ലോ, അല്ലയോ ബിലാൽ, ഞാൻ നിങ്ങളുടെ കാൽപെരുമാറ്റം സ്വർഗത്തിൽ എനിക്ക് കാണാനിടയായി, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ വുളൂ ഇല്ലാതെ അശുദ്ധിയോടെ ജീവിക്കാറില്ല. അശുദ്ധി ഉണ്ടായാൽ ഉടനെ വുളൂ ചെയ്യുകയും വുളൂ ചെയ്താൽ തൊട്ടുടനെ ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുമെന്ന്. ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ ചെയ്തു കൂട്ടിയ നന്മകളാണ് മരിക്കാൻ അവർ ആഗ്രഹിക്കാൻ കാരണം. നമ്മളെന്തേ മരണത്തെ പേടിക്കുന്നത്? നമ്മളെന്തേ മരണത്തെ പേടിക്കുന്നത്? അതും ഇതേ കാരണം. ബിമാ ഖദ്ദമത് ഐദീഹിം, നമ്മൾ ചെയ്തു കൂട്ടിയ പാപക്കറകളാണ്, നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കൂമ്പാരങ്ങളാണ് മരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കാനുള്ള കാരണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പേടിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും
മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾ ശ്രമിച്ചാലും ഖുൽ നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കണേ നബിയേ. എന്താ പറയേണ്ടത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. മരണത്തിൽ നിന്ന് ഒളിച്ചോടാനും മരിക്കാതെ രക്ഷപ്പെടാനും വേണ്ടി നിങ്ങൾ എത്ര പേടിച്ച് ഓടിയാലും മരണം നിങ്ങളെ വിടാതെ പിന്തുടരുമെന്ന് പരിശുദ്ധ ഖുർആൻ. എനിക്കറിയാം, ഞാൻ ഓർത്തു പോവാൻ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടുകാരൻ, ഒരു പോലീസുകാരൻ 2 ആഴ്ച മുമ്പ് സുബഹി നിസ്കാരം, മുസ്ലിമാണ്, സുബഹിയുടെ ശേഷം ട്രാക്ക് ഷൂട്ടും ടീഷർട്ടും ഷൂവും ഒക്കെ ധരിച്ച് ജോഗിങ്ങിന് വേണ്ടി വെറുതെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്, രാവിലെ ഓടാൻ ഇറങ്ങിയതാണ്. നല്ലൊരു 35-40 ഇടയിൽ പ്രായമുള്ള നല്ലൊരു ജെന്റിൽമാൻ. രോഗങ്ങളില്ല, അസുഖങ്ങളില്ല. ആയുസ്സൊന്ന് നീട്ടിക്കിട്ടാൻ, ആരോഗ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ രാവിലെ ഓടുന്നത്? എന്തിനാ രാവിലെ ആളുകൾ നടക്കാറുണ്ട്? എന്തിനാ നടക്കുന്നത്? ശരീരത്തിന്റെ ദുർമേധസ്സുകൾ കളഞ്ഞു, ഒന്ന് ആയുസ് നീട്ടിക്കിട്ടട്ടെ, പെട്ടെന്ന് മരിക്കാതിരിക്കാനാ നമ്മൾ ഓടുന്നത്, അല്ലെ? അങ്ങനല്ലേ നമ്മൾ ഓടുന്നത്? എന്തിനാ നമ്മളെ ജോലി ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ കളിക്കുന്നത്? പെട്ടെന്ന് മരിക്കരുത്, എന്റെ ശരീരത്തിന്റെ ഫാറ്റ്, ദുർമേധസ്സുകൾ അതൊക്കെ കളയാൻ വേണ്ടി. അങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു പോവാൻ. എനിക്കപ്പോ ഓർമ്മ വന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു ആയത്താണ്. മരിക്കാതിരിക്കാനുള്ള ഒരു ഓട്ടത്തിനിടെ മരിച്ചു വീഴാൻ ഓർമ്മ വന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കൂ നബിയേ, മരണത്തിൽ നിന്ന് ഓടിപ്പോവാനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും എത്ര കണിശമായി നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സഹോദരന്റെ മരണം പ്രവചിച്ചത് ഒരു ചിലന്തി കടിച്ചിട്ടായിരിക്കും, ചിലന്തിയുടെ വിഷം ശരീരത്തിലേക്ക് കയറിയിട്ടായിരിക്കും നീ മരിക്കുക എന്ന് ഒരു ജ്യോത്സ്യൻ പ്രഖ്യാപനം നടത്തിയപ്പോ, പ്രവചനം നടത്തിയപ്പോ, തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇന്നാലിന്ന ഭാര്യയാണ് നീ കല്യാണം കഴിക്കുക, ഭാര്യയുടെ ശരീരത്തിൽ ഇന്നാലിന്ന അടയാളങ്ങൾ ഉണ്ടാകും. കല്യാണം കഴിച്ചു നോക്കുമ്പോ ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ഭാര്യയുടെ ശരീരത്തിൽ ചില അടയാളങ്ങളുണ്ട്. ഇത് കണ്ടപ്പോഴാണ് അയാൾക്ക് തോന്നിയത്, ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ചിലന്തിയുടെ വിഷമേറ്റിട്ടായിരിക്കും ഞാൻ മരിച്ചു പോകുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ശക്തമായ കെട്ടുറപ്പുള്ള ഒരു മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കി. അന്നാട്ടിലൊരു മുതലാളി, അന്നാട്ടിലെ വലിയൊരു ധനികൻ മനോഹരമായ കെട്ടുറപ്പുള്ള നല്ല സേഫ്റ്റിയുള്ള സംരക്ഷണമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയും ആ ബിൽഡിംഗിന്റെ അകത്ത് ജീവിക്കുമ്പോൾ ഒരു ദിവസം തന്റെ വീടിന്റെ റൂഫിൽ ഒരു ചിലന്തിയെ കാണാനിടയായി. തന്റെ മുറിയിലുള്ള റൂഫിൽ ഒരു ചിലന്തിയെ കാണാനിടയായി. ആ ചിലന്തിയെ അടിച്ചു കൊല്ലാൻ എന്തോ ഒരു വസ്തു എടുത്തടിച്ചു കൊല്ലുമ്പോഴാണ് ചിലന്തി താഴേക്ക് വീഴുന്നത്. താഴേക്ക് വീണ ചിലന്തിയെ തന്റെ കാലുകൊണ്ട് ഞെരിച്ചു കൊല്ലാൻ വേണ്ടി കാല് നീട്ടിയപ്പോ ആ കാലിലേക്ക് ചിലന്തി കടിക്കുകയും ഉടനെ തന്നെ അദ്ദേഹം ശരീരത്തിലേക്ക് വിഷം കയറി മരിക്കുകയും ചെയ്തു. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ കെട്ടുറപ്പുള്ള ബിൽഡിംഗിന്റെ കത്തളങ്ങളിൽ ജീവിച്ചാലും നിങ്ങളെ മരണം പിടികൂടുമെന്ന് അള്ളാഹു പറഞ്ഞത് വെറുതെയല്ല. എവിടെയായാലും മരിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ ആലോചിക്കേണ്ടത്, മരിക്കുന്ന സമയം നല്ല രീതിയിൽ നമ്മൾക്ക് മരിക്കണം, പ്രയാസങ്ങളില്ലാതെ, പിശാചിന്റെ ശല്യമില്ലാതെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, പേടിക്കേണ്ട ഒരു ഹദീസാണിത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, ഇന്ന അഹദകും യുജ്മഉ അലാ ബത്നി ഉമ്മിഹി,
നമ്മളെല്ലാവരും ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വളരുകയും 10 മാസം ഉമ്മ ഗർഭം ചുമന്ന് ലോകത്തേക്ക് പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലേ? ഉമ്മ പ്രസവിച്ചു വീഴുന്ന മക്കളാണ് നമ്മളൊക്കെ. 4 മാസം കഴിയുമ്പോ അള്ളാഹു ചില മലക്കുകളെ നിയോഗിക്കുകയാണ്. എന്തിന്? ബികത്ബി റിസ്ഖിഹി വഅജലി, എത്ര കാലം ഞാൻ ജീവിക്കും, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കും എന്നൊക്കെ 4-ാമത്തെ മാസം അള്ളാഹു കുറിച്ചിടുകയാണ്. അതുപോലെ അശഖിയ്യുൻ സഈദ്, നമ്മൾ വിജയിയാണോ, നമ്മൾ പരാജിതനാണോ, നരകക്കാരനാണോ, സ്വർഗക്കാരനാണോ എന്നൊക്കെ അള്ളാഹു 4-ാം മാസത്തിൽ തീരുമാനിക്കുന്നുണ്ടെന്നാണ് അന്ന് തീരുമാനിച്ച തീരുമാനം. പക്ഷേ എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഒരു വ്യക്തിയെക്കുറിച്ച് അള്ളാഹു നരകക്കാരനെന്ന് കുറിച്ചു വെച്ചാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള 4-ാമത്തെ മാസം നരകക്കാരനെന്ന് കുറിച്ചു വെച്ചാൽ സ്വർഗക്കാരന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ മുഖ്യ സംഘാടകനായി, പ്രവർത്തകനായി, പ്രഭാഷകനായി നന്മകൾ ഒരുപാട് ചെയ്തിട്ട് അവന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒരു നിമിഷം മാത്രം ബാക്കിയുണ്ടാകുമ്പോ, അവന്റെയും അവന്റെ മരണത്തിന്റെയും ഇടയിൽ ഒരു സെക്കൻഡ് മാത്രം, ഒരു മിനിറ്റ് മാത്രം ബാക്കിയുണ്ടാകുമ്പോ യസ്ബിഖു അലൈഹിൽ കിതാബ്, അല്ലാഹു കണക്കാക്കിയ നരകക്കാരൻ എന്നുള്ള കണക്ക് അവനിലേക്ക് മുൻകടക്കുകയും ആ സമയത്ത് പിശാചിന്റെ ശല്യം കൊണ്ട് പിശാചിനെ അനുസരിച്ച് കാഫിറായി മുശ്രിക്കായി മരിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളൊക്കെ ഇവിടെ ദുനിയാവിൽ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സ്വതക്ക കൊടുത്തു, നന്മ ചെയ്തു, എന്നിട്ടോ അവസാനം മരിക്കുമ്പോ അള്ളാഹു നമ്മെക്കുറിച്ച് ശഖിയ എന്നാണ് എഴുതി വെച്ചതെങ്കിൽ മരണവും നമ്മളുടെയും ഇടയിൽ ഒരു സെക്കൻഡ് മാത്രം ബാക്കിയുണ്ടാകുന്ന ആ ഒരു സെക്കൻഡിൽ കാഫിറായി മരിച്ചു പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പേടിക്കേണ്ട ഒരു ഹദീസാണ്. അതുപോലെ അള്ളാഹു ഒരാളെ കുറിച്ച് സ്വർഗക്കാരൻ എന്ന് എഴുതി വെച്ചാൽ അയാൾ ഒരു പക്ഷേ ഭൂമിയിൽ നന്മ ചെയ്തു കൊള്ളണമെന്നില്ല. ചിരിച്ച് കളിച്ച് തമാശകൾ പങ്കിട്ട് നിസ്കാരമില്ലാതെ ബോധോദയമില്ലാതെ ഇങ്ങനെ തോന്നിവാസം പോലെ ജീവിച്ച് അവസാനം മരണത്തിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തൗബ ചെയ്ത് മടങ്ങിയിട്ടായിരിക്കും അയാൾ മരിച്ചു പോകുന്നത്. അയാളെ കുറിച്ച് അള്ളാഹു എഴുതി വെച്ചത് എവിടേക്കാ? സ്വർഗത്തിലേക്കാണ്. പക്ഷെ ഇവിടെ ദുനിയാവിൽ മൊത്തം ചെയ്തത് തിന്മയാണ്. പക്ഷേ അള്ളാഹു എഴുതി വെച്ചത് സ്വർഗക്കാരൻ ആയതുകൊണ്ട് അയാൾ മരണത്തിന്റെ തൊട്ടു മുമ്പ് പെട്ടെന്നൊരു ബോധോദയമുണ്ടായി, ഉടനെ തൗബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു പോകും. അള്ളാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ നന്മകൾ കാരണം നമ്മൾ നാളെ രക്ഷപ്പെടുമെന്ന്? നമ്മുടെ നന്മകൾ കാരണം ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടല്ലോ, ഞാൻ ഖുർആൻ ഓതാറുണ്ടല്ലോ, ഇങ്ങനെ ഒരു ചിന്ത വന്നാൽ വരെ നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു എന്നാണ്. ഒരിക്കലും നമ്മുടെ നന്മകളുടെ മേൽ അവലംബിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണല്ലോ, ഞാൻ സുബഹി നിസ്കരിക്കുന്ന ഒരാളാണല്ലോ, ഞാൻ സ്വതക്കകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നന്മയുടെ മേൽ നമ്മൾ അവലംബിച്ചാൽ ആ നന്മ പോലും ബാത്തിലായി പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നന്മയുടെ മേൽ അവലംബിക്കരുത്. അള്ളാഹുവിന്റെ കടാക്ഷമുണ്ടായാൽ, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടായാൽ, അള്ളാഹുവിന്റെ ഫളിലുണ്ടായാൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് വിചാരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തുവല്ലോ, നിങ്ങൾ ചെയ്ത നന്മകൾ കാരണം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ചെയ്ത സൽപ്രവർത്തനങ്ങൾ കാരണം ഒരാളും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, വഅൻത യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളും അങ്ങനെ തന്നെയാണോ? നിങ്ങളും അങ്ങനെ തന്നെയാണോ? നബി പറഞ്ഞു, അതെ, ഞാനും എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാളെ മഹ്ശറാബൻ സഭയിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയില്ല, നാളെ സ്വർഗത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയില്ല. ഇല്ലാ ബിഫളില്ലാ, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഫളല്, അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ, അള്ളാഹുവിന്റെ കടാക്ഷമില്ലാതെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല.
ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങനെ ഒരു ഫദ്ല് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നന്മ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വർഗക്കാരനാണ് എന്ന പ്രതീക്ഷയോടെ ജീവിക്കേണ്ട. അള്ളാഹുവിന്റെ ഫദ്ലുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതിയാൽ മതി. സഅദിൻ സഈദിൻ സുബൈദിൻ തൽഹാത്തിൻ വഅബീ ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ. അല്ലാഹുവേ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹുവേ കഴിഞ്ഞു പോയ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അതല്ല വിഷയം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, കളമശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളാണ്. ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലേക്കാണ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്താൽ പോരെ? ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ നീ സ്വർഗത്തിലാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന് 100% ഉറപ്പോടെ ജീവിക്കുന്നവരാണ് സഹാബാക്കൾ. അല്ലെ അല്ലെ ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ അവർക്ക് അമൽ ചെയ്യാതെ നിന്നൂടെ? ഞാൻ സ്വർഗക്കാരനാണ്, പിന്നെന്തിനാ ഞാൻ നന്മ ചെയ്യുന്നത്? എനിക്കേതായാലും ടിക്കറ്റ് ലഭിച്ചു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു സ്വഹാബിയുടെ കയ്യിൽ അല്ലാഹുവിന്റെ ഹബീബ് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. മുനാഫിഖീങ്ങൾ കൂടെ നിന്നിട്ട് നമ്മെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ. കാണുമ്പോ മുസ്ലിം വേഷധാരി, തലപ്പാവുണ്ട്, താടിയുണ്ട്, കന്തൂറയുണ്ട്, എല്ലാമുണ്ട്, മുസ്ലിം വേഷധാരി. പക്ഷേ കൂടെ നിന്നിട്ട് ഒറ്റുകൊടുക്കുന്ന ആളുകൾ ഫാസിസ്റ്റ് ശക്തികൾക്ക്, ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾക്ക് ഓശാനം പാടുന്നവർ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ സാമ്പത്തിക താൽപര്യത്തിന് വേണ്ടി ദീനിനെ ഒറ്റുകൊടുക്കുന്ന ചില ചെന്നായകൾ എല്ലാ സമൂഹത്തിലും എല്ലാ കാലങ്ങളിലും ഉണ്ടാവുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്തും ഉണ്ടായിരുന്നു ചില ആളുകൾ. മുനാഫിഖീങ്ങളാണവർ. കാണുമ്പോ നല്ല സ്വഹാബിയ, പള്ളിക്ക് വരാറുണ്ട്, കുപ്പായം ധരിച്ചിട്ടുണ്ട്, കാണുമ്പോ നല്ലൊരു മുസ്ലിമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ.
ഓടിപ്പോയി, സ്വഹാബിയുടെ സമീപത്തേക്ക് ഓടിപ്പോയി. ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? സ്വഹാബിയോട് ചോദിച്ചു, ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? സ്വഹാബി പറഞ്ഞു, നബി തങ്ങൾ എന്റെ കയ്യിൽ സൂക്ഷ്മമായി വളരെ രഹസ്യമായി ഏൽപ്പിച്ച ലിസ്റ്റ് നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല. മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റാണ് അതിലുള്ളത്, എനിക്ക് തരാൻ പറ്റൂല. ഉമർ തങ്ങൾ വാശി പിടിച്ചു. പിന്നെയും പറഞ്ഞു, പ്ലീസ് അതൊന്ന് തരുമോ? തരാൻ പറ്റൂല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് മുനാഫിക്കീങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാനല്ല, ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. യാ അല്ലാഹ്, നമ്മളൊക്കെ സ്വർഗത്തിന്റെ ടിക്കറ്റ് ലഭിക്കാതെ തന്നെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുക. സ്വർഗത്തിന്റെ ടിക്കറ്റ് ലഭിക്കാതെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞതെന്താ? എനിക്ക് ആ ലിസ്റ്റിലുള്ള ആളുകളെ അറിയാനോ മനസ്സിലാക്കാനോ, ആരൊക്കെയാണ് മുനാഫിക്കീങ്ങൾ എന്ന് തിരിച്ചറിയാനല്ല, ആ ലിസ്റ്റിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരുണ്ടോ? ഞാൻ മുനാഫിക്കീങ്ങളിൽ പെട്ടവനാണോ? ആരാണിത് പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച മഹാനായ ഉമർ തങ്ങളുടെ കൊട്ടാരമാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗീയ ലോകങ്ങളിൽ കാണാനിടയായത്. അത് ഉമർ തങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും പഠിച്ചോനെ ഞാനുണ്ടോ അതിൽ? അല്ലാഹു അക്ബർ. നമ്മുടെ കഥ എന്താ? അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്ത നന്മകൾ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഏത് നിമിഷവും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കാം. വേറൊരു ഹദീസ് ഉണ്ട്, ഇതിനേക്കാളും ഗൗരവമാണ്. നമ്മുടെ ഈ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള മുഅ്മിനീങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്. ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി പോകുന്നൊരവസ്ഥ. ഈ കാലത്ത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് ചില അടയാളങ്ങൾ പറഞ്ഞു തരുമ്പോ അതിനോടൊപ്പം ഒരു വിഷയം കൂടി നബി തങ്ങൾ കൂട്ടിച്ചേർത്തു. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരുന്ന ഒരു മുസ്ലിം വൈകുന്നേരം മഗ്രിബാകുമ്പോഴേക്കും കാഫിറായി പോകുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥാ വിശേഷം സുബഹിയാകുമ്പോൾ കാഫിറായി പോകുന്ന ഒരവസ്ഥ. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. സുബഹിക്ക് മുഅ്മിനായ ഒരു സഹോദരൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോയി, ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ചില വാക്കുകൾ മതി. അലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിന്ദിച്ചാൽ, പരിശുദ്ധ ഖുർആനിനെ നിന്ദിച്ചാൽ, ദുനിയാവിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ കച്ചവടം നടത്തിയാൽ അത് മതി ഈമാൻ നഷ്ടപ്പെടാൻ. അതുപോലെ വൈകുന്നേരം മുഅ്മിനായവൻ സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കാഫിറായി പോകുന്ന ദാരുണമായിട്ടുള്ള അനുഭവം അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. പക്ഷെ തൊപ്പിവെച്ചവരാണ്, താടിവെച്ചവരാണ്, വെള്ളക്കുപ്പായം ധരിച്ചവരാണ്. വാലിന്റെ സദസ്സുകൾ നമ്മൾ ഒഴിവാക്കാറില്ല. പക്ഷെ നമ്മുടെ ഈമാൻ ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് നല്ലതാ. അല്ലാഹു നമ്മളെ ണ്ട്. മഹാനായ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 40 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കരുത്തുറ്റ നേതൃത്വം നൽകി ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി നമ്മൾക്ക് നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞതുപോലെ സുബഹി നിസ്കാര സമയത്ത് കൂടെയുള്ള, സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരോട് നിങ്ങളൊന്ന് മാറി നിൽക്കണേ, ഇവിടേക്ക് ചില ആളുകൾ വരാനുണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്കണേ എന്ന് പറഞ്ഞു. എല്ലാവരും മാറിപ്പോയി. ആർക്കും അവിടേക്ക് വേറെ ഒരാളെ കടന്ന് വരുന്നതോ വേറെ ഒരാൾ പ്രവേശിക്കുന്നതോ കാണാനിടയായില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ശിഷ്യന്മാർ ശംസുൽ ഉലമയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആരാണ് അവിടെ വന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്.
മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ കൂടെയുള്ള കൂടെയുള്ള ആളുകളോടെല്ലാം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഇവിടേക്ക് മാറി നിൽക്കണം. ജിന്നുവർഗമല്ലാതെ മനുഷ്യവർഗമല്ലാത്ത ചില ആളുകൾ ഇവിടേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുകയും എന്നിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതാണ് കണ്ടത്. അവിടെ നിന്ന് പരിശുദ്ധമായ മനോഹരമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുന്നത് കേട്ടു. എന്താണ് ആയത്ത്? അവസാന വിജയം അല്ലാഹു നൽകുന്നത് വലാഖിബതു ലിൽ മുത്തഖീൻ. ആർക്കാണത്? ലാ യുരീദൂന تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا في السماء. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ ഫിത്നയുണ്ടാക്കാതെ, ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാതെ, ഏത് പ്രശ്നം വരുമ്പോഴും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കാതെ, ഫസാദുണ്ടാക്കാതെ, ഫിത്നയുണ്ടാക്കാതെ, ഭിന്നിപ്പുണ്ടാക്കാതെ, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾക്കാണ് അല്ലാഹു അന്തിമ വിജയം നൽകുന്നത് എന്നർത്ഥമുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് അവിടെ നിന്ന് കേൾക്കാനിടയായി. അവിടെ ആരും വരുന്നത് മക്കൾ കണ്ടിട്ടില്ല, കൂടെയുള്ള ആളുകൾ കണ്ടിട്ടില്ല. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി. ശംസുൽ ഉലമയും ലോകത്തോട് വിട പറഞ്ഞത് അങ്ങനെയാണ്. ആരും വരുന്നത് കണ്ടിട്ടില്ല. അല്ലാഹു അവർക്ക് ലോകത്തോട് വിട പറഞ്ഞതുപോലെ ലോകത്തോട് വിട പറയാൻ നമ്മൾക്കും തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആരാണ് അവിടെ വന്നത്? ഖുർആൻ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ശ്രദ്ധിക്കണേ സഹോദരന്മാർ, മരണാസന്നമായ സമയങ്ങളിൽ പ്രയാസമില്ലാതെ മരിച്ചുപോവാൻ, ഈമാൻ സലാമത്തായി മരിച്ചുപോവാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ. ശ്രദ്ധിക്കണേ സഹോദരിമാർ, മുസ്ലിമായാൽ മാത്രം പോരാ, പിന്നെ തിന്മയിലേക്ക് പോവാതെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചിട്ട്, തിന്മ ചെയ്യാതെ, തോന്നിവാസങ്ങൾ ചെയ്യാതെ, അരുതായ്മകൾക്ക് കൂട്ടുനിൽക്കാതെ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക. നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ മരിക്കാൻ ആഗ്രഹമില്ലേ? അല്ലേ? മരിക്കുമ്പോൾ നന്നായി മരിക്കാനുള്ള ആഗ്രഹക്കാരാണ് നമ്മളൊക്കെ. അല്ലാഹു നമ്മെ നല്ല രീതിയിൽ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. പക്ഷെ അതിന് വഴിയുണ്ടെന്താ? നിങ്ങൾ മുസ്ലിമാവുക. മുസ്ലിമായാൽ മാത്രം മതിയോ? പോരാ. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ചെയ്യുകയും, ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും, ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ മതി, നിങ്ങൾക്ക് മരിക്കാം. ആ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ മരണസമയത്ത് ഇറങ്ങി വരുമെന്ന് ഖുർആൻ പറഞ്ഞു. ഈ മാലാക്കമാരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നത്, ശംസുൽ ഉലമയുടെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയും എന്നിട്ട് പറയും എത്രേ, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ട, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മരിച്ച ശേഷമല്ല, മരണശേഷമല്ല, മരണാസന്നമായ സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ്
وظن أنه الفراق والتفت الساق بالساق. മരണാസന്നമായ സമയങ്ങളിൽ എന്നെ ഒന്ന് മന്ത്രിച്ചൂതുവീൻ എന്ന് പറഞ്ഞ് കാലിട്ടടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടിച്ചമർത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ നല്ല ഒരു മുഅ്മിനാണെങ്കിൽ മരണാസന്നമായ സമയങ്ങളിൽ മാലാക്കമാർ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നത് അല്ലാ തഖാഫു, പേടി വേണ്ട, നോ ടെൻഷൻ. എന്തിന് പേടിക്കണം? ഇവിടെ നന്മ ചെയ്ത ആളല്ലേ, ധൈര്യമായിട്ട് പോയിക്കോളൂ. അല്ലാ തഖാഫു, പേടിക്കണ്ട. വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട, ദുഃഖമില്ല. നിങ്ങളുടെ ദുഃഖം ഇന്നത്തോടുകൂടി കഴിയാൻ നോക്കണം. നമ്മൾ ഇവിടെ നന്മ ചെയ്താൽ മരണസമയത്ത് മലക്ക് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ദുഃഖം ഇന്നത്തോടുകൂടി കഴിയാൻ, നിങ്ങളുടെ പേടി ഇന്നത്തോടുകൂടി കഴിയാൻ. അബ്ശിറൂ, ഇന്നു മുതൽ നിങ്ങൾക്ക് സന്തോഷമാണ്. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ. വഅബ്ശിറൂ ബിൽ ജന്നതി ലതി കുൻതും തുഅദൂൻ. അല്ലാഹു നിങ്ങളോട് ഇടയ്ക്കിടെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ നിസ്കരിക്കുവീൻ, സകാത്ത് കൊടുക്കുവീൻ, സ്വതക കൊടുക്കുവീൻ, നോമ്പ് നോൽക്കുവീൻ. അപ്പോ അല്ലാഹു എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. ഇത് പറഞ്ഞിട്ടില്ലേ? ആ സ്വർഗമാണ് കാണുന്നത്, നോക്കുവീൻ, ആ സ്വർഗമാണ്, അവിടേക്കാണ് നിങ്ങൾ പോവേണ്ടത്. എന്നിട്ട് സ്വർഗം കാണിച്ചുകൊണ്ട് മഹാന്മാരായ അല്ലാഹുവിന്റെ സ്വന്തക്കാരെ മാലാക്കമാർ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ അന്ത്യജീവിതം, അന്ത്യലോക അവസാന സമയം രക്ഷപ്പെടാൻ ഒരു വഴി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. എന്താ? ഇന്ന സ്വദഖത വസിലതർ റഹിമി, ഇന്ന സ്വദഖത വസിലതർ റഹിമി തദ്ഫഉ അൻ മൈതത്തിസ്സൂ. നിങ്ങൾ നല്ല സ്വദഖ നൽകുന്ന ആളാണെങ്കിൽ, ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ, ധർമ്മിഷ്ഠനാണ്, പൈസ കയ്യിലേ വന്നിട്ടുള്ളൂ, മനസ്സിലേക്ക് പൈസയോട് താല്പര്യം ഉണ്ടായിട്ടില്ല, വലിയ മുതലാളിയാണ്. പക്ഷേ പൈസ മനസ്സിലേക്ക്, സമ്പത്ത് മനസ്സിൽ കയറ്റിയിട്ട് പൈസ ഇതേ ചിന്തയുള്ളൂ അല്ലെ. ചില ആളുകൾ എങ്ങനെ ഉണ്ടാകും? രാവിലെ എണിച്ചാൽ ചിന്ത എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം. അവർക്ക് പൈസ ഉണ്ടാവൂല, ജീവിതത്തിൽ പൈസയോടുള്ള താല്പര്യം തീരൂല, അങ്ങനെയാണ്. പക്ഷെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചാലോ അവർക്ക് ആവശ്യമുള്ള പൈസ അല്ലാഹു കൊടുക്കുകയും ചെയ്യും. ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സമ്പത്ത് വേണം, വേണ്ട എന്നല്ല, പക്ഷേ സമ്പത്ത് കൈകളിലേക്ക് മതി, മനസ്സിലേക്ക് വേണ്ട. ഇവിടെ വേണ്ട. പൈസ ഇവിടെ കയറ്റിവെച്ചാലാണ് പിന്നെ ദീനിനോടുള്ള താല്പര്യം നഷ്ടപ്പെടുക. ഇവിടെ ഉണ്ടായാലോ ആര് ചോദിച്ചാലും സ്വതക കൊടുക്കാൻ മടിയുണ്ടാവൂല. ഇന്ന സ്വതക, നിങ്ങൾ സ്വതക കൊടുത്താൽ, വസുലതർ റഹിമി, കുടുംബ ബന്ധം പുലർത്തിയാൽ, കുടുംബക്കാരോട് പിണങ്ങാതെ, ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങാതെ, മാതാപിതാക്കളോട് പിണങ്ങാതെ, നാട്ടുകാരോട് പിണങ്ങാതെ കുടുംബ ബന്ധം പുലർത്തുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് മോശമായ മരണമുണ്ടാക്കി തരൂല, നല്ല രീതിയിൽ മരിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളല്ലേ നമ്മളൊക്കെ, അല്ലേ? നബി തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ നടക്കുമെന്നുള്ള വിശ്വാസമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കെ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ആ വിശ്വാസമുണ്ട്. പിന്നെന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? وما ينطق عن الهوى إن هو إلا وحي يوحى. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹു പറഞ്ഞതാണ്. സ്വന്തമായിട്ട് നമ്മൾ വാല് പറയുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ പറയല്ല. അല്ലാഹു പറയാൻ പറഞ്ഞ വാക്കുകളെ നബി തങ്ങളുടെ വായയിൽ നിന്ന് വന്നിട്ടുള്ളൂ, ജിഹ്വയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇന്ന സ്വദഖത വസിലത്തുർ റഹിമി തദ്ഫഉ അൻ മൈതത്തിസൂ. മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന്, ആഖിബത്ത് നന്നാവാതെ നരകക്കാരായി മരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഒരു രണ്ട് സൽക്കർമ്മം നിങ്ങളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് മാക്സിമം സ്വതക്ക കൊടുക്കുക. മാക്സിമം കുടുംബക്കാരോട് പിണങ്ങാതെ സ്നേഹത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, ജ്യേഷ്ഠാനുജന്മാരോട്, മുത്താപ്പമാർ, അളാപ്പമാർ, അമ്മാവന്മാർ, ഇങ്ങനെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറിയാൽ വളരെ നല്ല രീതിയിൽ മരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടെങ്കിലോ മലക്കിറങ്ങി വരും നമ്മളോട്. നമ്മുടെ ചുറ്റും ഭാര്യ കരയായിരിക്കും, മക്കളെല്ലാം കരയുമ്പോ
മാലാക്കമാര് എന്ന് പറയുന്നത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. നിങ്ങളുടെ പേടിയും ഭയവും ടെൻഷനും ദുഃഖവുമെല്ലാം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്, സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോവേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ മാത്രമല്ല, സ്വർഗം തന്നെ അള്ളാഹുവിന്റെ മാലാക്കമാര് കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രണ്ട് കാര്യം ചെയ്ത വളരെ നല്ല രീതിയിൽ മരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാരൊക്കെ, അതും വേണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാരൊക്കെ ആലോചിക്കണേ സഹോദരങ്ങളെ. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോ കരഞ്ഞുപോയെങ്കിലേ ഇവിടെ ഇരിക്കുന്ന നമ്മളെപ്പോഴെങ്കിലും ഖബർ കാണുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? പള്ളിയിലേക്ക് 5 വക്തിന് നിസ്കരിക്കാൻ പോകുന്ന നമ്മളൊക്കെ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന നമ്മളൊക്കെ ഇരുവശങ്ങളിലായി സമാന്തരമായി നീണ്ടു കിടക്കുന്ന ഖബറിസ്ഥാൻ കാണുമ്പോ അതിൽ കൂടെ ജനിച്ചവരുണ്ട്, കൂടെ ജീവിച്ചവരുണ്ട്, കുടുംബക്കാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ഖബറിടങ്ങൾ കാണുമ്പോ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ഖബറിലേക്ക് ഞാനും കൂടി പോവേണ്ടവനാണ്? വാലൊന്നുമല്ല വാല്, ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വാല് നമ്മുടെ പള്ളിക്കാട്ടിലുള്ള ഖബറുകളാണ്. ഖബർ കാണുമ്പോൾ മരണത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? എപ്പോഴും 5 വക്തിന് പള്ളിക്ക് പോകും, ഖബർ കാണുമ്പോൾ ഒച്ച വെച്ച് അടിച്ച് പൊളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് പോവാൻ. ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോൾ കരയാൻ. ആരാണ് ഈ ഉസ്മാൻ തങ്ങൾ? ആരാണ് ഈ ഉസ്മാൻ തങ്ങൾ? ഒരൊറ്റ ഒരു രാത്രിയിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർത്ത മഹാൻ. ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ, ഖബറിലേക്ക് വരുന്ന നന്മകൾ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയപ്പോ അതിൽ ഏറ്റവും വലിയ സുഹൃത്താര പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ സുഹൃത്ത് ഖുർആനാണ്. ഖുർആൻ വിട്ടിട്ട് കളിയില്ല. ഖുർആൻ മുറുകെ പിടിച്ചോ, ഖബറിലും രക്ഷപ്പെട, ദുനിയാവിലും രക്ഷപ്പെട. ദുനിയാവിന്റെ കാര്യം നബി തങ്ങൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞാൻ പോവാൻ, പക്ഷെ ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്താണ് 2 കാര്യം? ഒന്ന് ഖുർആനാണ്, 2 സുന്നത്താണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തുദില്ലു മാ തമസ്സക്തും ബിഹിമ. ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാവൂല. ഇത് പഠിപ്പിച്ചില്ലേ നബി തങ്ങൾ? എന്നിട്ട് ഏക സിവിൽ കോഡ് വരുമ്പോൾ നമ്മൾ പേടിക്കുക, ട്രംപ് വരുമ്പോൾ നമ്മൾ പേടിക്കുക, നരേന്ദ്രമോദി വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പേടിയും നമ്മൾക്ക് ആവശ്യമില്ല. 2 കാര്യം ചെയ്താൽ മതി. ലൻ തുദില്ലു, പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി വരില്ല, പരാജയത്തിന്റെ അഗാധഗർത്തങ്ങളിലേക്ക് വീഴേണ്ടി വരില്ല. ഞാൻ പോവാൻ, നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചിട്ട് പോവാൻ. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ, ലോകാവസാനം വരെ പരാജയത്തിന്റെ കൈപ്പിനീര് കുടിക്കേണ്ട ദാരുണമായ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവില്ല. നിങ്ങൾ 2 കാര്യം പിടിക്കണം, മുറുകെ പിടിക്കണം. അല്ലു അലൈഹാ ബിന്നവാജിൽ, കഴിയുമെങ്കിൽ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമോ? 2 കാര്യം ചെയ്താൽ മതി. ഏക സിവിൽ കോഡൊക്കെ പറച്ചിലേ ഉണ്ടാവും, തൊടാൻ തീരുണ്ടാവില്ല. വിഫിന്റെ കാര്യം പറച്ചിലേ ഉണ്ടാവും, നിയമം കൊണ്ടുവരാൻ തീരുണ്ടാവില്ല. തൊടാനോ പ്രശ്നമുണ്ടാക്കാനോ ആക്രമിക്കാനോ ഒരു കുഞ്ഞുമോന് തീരുണ്ടാവില്ല. 2 കാര്യം ചെയ്താൽ മതി. എന്താ? കിതാബുല്ലാഹ്, ഒന്നല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങണം. കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു നാശം നമ്മൾക്കുണ്ടാവൂല. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യകൾ, ഈ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വരില്ല. ഈ 2 കാര്യം പിടിച്ചാൽ മതി. ദുനിയാവിലും പരാജയം ഉണ്ടാവൂല, ആഖിറത്തിലും പരാജയം ഉണ്ടാവൂല. എളുപ്പാണ് അല്ലേ? സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞില്ലേ, സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മാസത്തിൽ 1 തവണ ഖുർആൻ ഖത്തം ഓതി തീർക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് മാസത്തിൽ 1 ഖത്തം ഖുർആൻ ഓതി തീർക്കാൻ പറ്റുമോ? പറ്റില്ലേ? ഒന്ന് കൈപൊക്കിയാൽ പറ്റുന്നുള്ള ആളുകൾ മാഷാ അല്ലാഹ് പറയാനുണ്ടല്ലോ. കൈപൊക്കിയാൽ മാത്രം പോരെ, ബോധനെ. അപ്പൊ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു 10 ആളുകളെ കൈപൊക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് പറ്റൂല എന്നാണ്. 24 ഹവേഴ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലൊരു അരമണിക്കൂർ എന്റെ റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ മാറ്റിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഷെയിം, പിറ്റി ഷെയിം അല്ലേ? ലജ്ജ തോന്നുന്നുണ്ട് നമ്മൾക്ക്, നാണിച്ച് തല താഴ്ത്തണ്ടേ? 24 മണിക്കൂർ അല്ലാഹു തന്നിട്ട്
24 മണിക്കൂർ പടച്ച റബ്ബ് നമ്മൾക്ക് തന്നിട്ട്, ആരോഗ്യം തന്നിട്ട്, സമയം തന്നിട്ട്, ആ അല്ലാഹുവിന് വേണ്ടി ഒരു അരമണിക്കൂർ ദിവസവും ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞൊരു വിഷയമുണ്ട്, മാസത്തിലൊരു തവണ നിങ്ങൾ ഒരു ഖത്തം ഓതി തീർക്കണം. സ്വഹാബി പറഞ്ഞത് എന്താ? അങ്ങനെ പറയരുത് നബിയെ, ഒരു കൊല്ലത്തിലൊന്ന് തീർത്താ പോരെന്നല്ല. സ്വഹാബി പറഞ്ഞു, നബിയെ അതിനേക്കാളും വേഗത്തിൽ ഓതാൻ പറ്റുന്നുണ്ടെങ്കിലോ? ഒരു മാസത്തിൽ ഒന്നൊന്നുമില്ല, ഒരുപാട് എനിക്ക് ഓതാൻ പറ്റും നബിയെ. എന്നാ പിന്നെ 15 ദിവസത്തിൽ ഒരു തവണ, 15 ദിവസത്തിൽ ഒരു തവണ. 15 ദിവസത്തിൽ ഒരു തവണയോ? അതൊന്നല്ല, അതിനേക്കാളും കൂടുതൽ കഴിയും നബിയെ. 7 ദിവസത്തിൽ ഒരു തവണ. എന്നാൽ 7 ദിവസത്തിൽ ഒരു തവണ. സ്വഹാബി പറഞ്ഞു, നബി 7 ദിവസത്തിൽ ഒന്നൊന്നുമില്ല, 7 ദിവസത്തിൽ ഒരുപാട് ഖത്തം തീർക്കാൻ ഞങ്ങൾക്ക് പറ്റും. നബി തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, ഓവർ ആവണ്ട, ഓവർ സ്മാർട്ട് വേണ്ടെന്ന് പറയൂലേ. സ്മാർട്ടായിക്കും, പക്ഷെ ഓവർ സ്മാർട്ട് ആവണ്ട. 7 ദിവസത്തിന് കൂടുതൽ, അതിനേക്കാളും ഓതിയാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസം വന്നേക്കും. കാരണം ഇത് ഓതാൻ തന്നെയായിരിക്കും സമയം, ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അതുകൊണ്ട് 7 ദിവസത്തിന്റെ അകത്ത് നിങ്ങളൊരു ഖത്തം ഓതി തീർക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ 7 ദിവസത്തിലെങ്കിലും ഓതി തീർക്കണമെന്ന് സഹാബാക്കളോട് നബി തങ്ങൾ പറയുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വർഷത്തിലൊരു ഖത്തം ഓതി തീർക്കാത്ത മുസ്ലിം ഇല്ലേ? പറയുങ്ങൾ ഇല്ലേ? വർഷത്തിലൊരു തവണ ഓതി തീർക്കാത്ത മുസ്ലിം ഇല്ലേ? പരിശുദ്ധ റമളാനാകുമ്പോൾ മുസ്ഹഫ് ഒന്ന് തൊട്ടുനോക്കും. ആദ്യത്തെ 10 ദിവസം നല്ല ആവേശമുണ്ടാകും, പിന്നെ അത് കഴിഞ്ഞു. എന്നിട്ട് അവസാന റമളാൻ കഴിയുമ്പോൾ 20 ജുസ് 15 ജുസ് ഒക്കെ ഓതി തീർത്തത് വർഷത്തിലൊരു തവണ പോലും നമ്മൾ ഓതി തീർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയാം, മോദി നമ്മൾക്കെതിരെ തിരിയാൻ, ട്രംപ് നമ്മൾക്കെതിരെ തിരിയാൻ അല്ലേ? ആ പറച്ചിൽ ഒഴിവാക്കാൻ ഖുർആനിലേക്ക് മടങ്ങുവീൻ. അള്ളാഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കൃത്യമായി പാരായണം ചെയ്ത് ഖുർആനിലൂടെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി, ഹദീസിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓതിത്തന്ന നഷ്ടമില്ലാത്ത 3 കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വലിയ കച്ചവടമാണ്, പക്ഷേ ആ ഒരു കച്ചവടം തുടങ്ങിയാൽ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കച്ചവടം നമ്മൾ ആഗ്രഹിക്കുക. ആര് ബിസിനസ് തുടങ്ങുമ്പോഴും മനസ്സിലൊരു പേടി ഉണ്ടാകും, പഠിച്ചോനെ പൊട്ടിപ്പോവോ? ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് വലിയ ഭീമമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ നമ്മളെ പടുത്തുയർത്തിയാൽ ഒരു പക്ഷേ മനസ്സിലൊരു വേദനയുണ്ടാകും. അല്ലാഹുവേ, ഇത് പൊട്ടിപ്പോയാൽ പോകുന്നത് 1 ലക്ഷമല്ലേ, 1 കോടിയല്ലേ? എന്നാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം പറഞ്ഞുതരാം. നിങ്ങൾ തുടങ്ങണം. നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു കച്ചവടമാണ്. പൈസ ഉള്ളവനും തുടങ്ങാം, ഇല്ലാത്തവനും തുടങ്ങാം, പക്ഷെ തുടങ്ങിയവനും നഷ്ടപ്പെടൂല. എന്താണ് ആ കച്ചവടം? ഖുർആൻ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമില്ലാത്ത 3 കച്ചവടങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്. യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ കച്ചവടം നഷ്ടമല്ല. ദുനിയാവിൽ അവന്റെ സംരക്ഷണ കവചമായി, ദുനിയാവിൽ പരീക്ഷണങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രാരാബ്ദങ്ങളില്ലാതെ, ടെൻഷനില്ലാതെ, ദുഃഖമില്ലാതെ, മരണം വരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ കച്ചവടം പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഇനി മരിച്ചുപോയാൽ ഖബറിലും രക്ഷയാണ്, മഹ്ശറയിലെത്തിയാൽ അവിടെയും രക്ഷയാണ്. അല്ലാഹു പറഞ്ഞുവല്ലോ വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി ഹിജാബൻ മസ്തൂറാ. وإذا قرأت القرآن وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالله حجابا مستورا.
നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുവിന്റെയും ഇടയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയൊരു കർട്ടൻ, വലിയൊരു മറ കൊണ്ടുതരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഖുർആൻ ഓതണേ. وَإِذَا قَرَأْتَ الْقُرْآنَ നീ ഖുർആൻ ഓതിയാൽ ജഅൽനാ ബൈനക നിന്റെ ഇടയിലും വബൈന الذين لا يؤمنون بالآخرة അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അവരുടെ ഇടയിലും നിന്റെ ഇടയിലും അല്ലാഹു ഹിജാബൻ മസ്തൂറാ നല്ല ഒരു കർട്ടൻ അല്ലാഹു ഇട്ടുതരും. അപ്പൊ നിന്നെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്, നീ നല്ല ഖുർആൻ ഓതുന്ന ആളാണ്, അവന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ തൊടാൻ പറ്റൂല. ഖുർആനിന്റെ വാഗ്ദാനമാണ് ജഅൽനാ ബൈനക വബൈന الذين لا يؤمنون بالآخرة ഹിജാബൻ മസ്തൂറാ ഒരു ചൈന വൻമതിൽ പോലെ, കെട്ടുറപ്പുള്ള ഒരു ചുമര് പോലെ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയിട്ട് തരും. പക്ഷേ നീ ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം. ഇത് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ കല്ലുകൊണ്ട് കുത്തി നോവിക്കാൻ വേണ്ടി അബൂലഹബിന്റെ ഭാര്യ ഓടി വരാൻ, ഐന മുഹമ്മദ് ഐന സാഹിബുക്, അബൂബക്കർ നിന്റെ ചങ്ങാതി എവിടെ മുഹമ്മദ്? നബി തങ്ങൾ തൊട്ടപ്പുറത്തിരിക്കാൻ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ കാര്യം പെശകാണല്ലോ, കാര്യം അപകടത്തിലാണല്ലോ, കുറച്ച് സ്ട്രോങ്ങിലാണ് പെണ്ണ് വരുന്നത്, തള്ള വരുന്നത് കുറച്ച് സ്ട്രോങ്ങിലാണ്, കയ്യിൽ കല്ലുണ്ട്, കാര്യം അപകടമാണ്. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖെ വിഷമിക്കണ്ട, അവൾ എന്നെ കാണൂല. തൊട്ടുപുറത്ത് വന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഐന സാഹിബക്, വേർ ഇസ് യുവർ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് എവിടെ, എന്റെ ചങ്ങാതി എവിടെ? ചങ്ങാതി ഇപ്പുറത്തിരിക്കുന്നുണ്ട്, കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, അവനെ കണ്ടാൽ ഞാൻ കല്ലെടുത്ത് അവന്റെ തലകുത്തി തെറിപ്പിക്കും, തലകുത്തി ഞാൻ കല്ലുകൊണ്ട് കുത്തിയവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബിക്കെതിരെ ആക്ഷേപ സ്വരങ്ങൾ, തെറിയ അഭിഷേകങ്ങൾ നടത്തിയിട്ട് ഹമ്മാലത്തുൽ ഹതബ് അബൂലഹബിന്റെ ഭാര്യ ഇവിടുന്ന് പോവാൻ. നബി തങ്ങളെ കണ്ടില്ല. എന്തേ? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈന الذين لا يؤمنون بالآخرة ഹിജാബൻ മസ്തൂറാ. വേണോ? ശരീരത്തിന് സംരക്ഷണം വേണോ? ഓദിക്കോ ഖുർആൻ. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഇനി ഓദിക്കോ, അല്ലാഹു സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഒരു ജുസ് നിങ്ങൾ ഓതു, അല്ലാഹു സംരക്ഷിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാഹ് നിസ്കാരങ്ങൾ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ, ബാങ്കിന്റെ സമയങ്ങളിൽ അത് പിന്തിപ്പിക്കാതെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ. അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ്. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളെ കുറിച്ചിട്ട് ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറയില്ല. നിസ്കാരക്കാരൻ ആരെ കുറിച്ച് പറയാ? വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിക്ക് വരുന്ന ആളുകളുണ്ടാകും, അവരെ കുറിച്ചും പറയാം അയാൾ നിസ്കരിക്കുന്ന ആളാണ്, പറയാൻ പറ്റൂലേ? പെരുന്നാളിന് മാത്രം വരുന്ന ആളുകളാണ്, അവരെ കുറിച്ചും പറഞ്ഞൂടെ? നിസ്കരിക്കുന്ന ആളാണ്. പക്ഷേ നിസ്കാരക്കാരൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്നവനാണ്. ളുഹുർ നിസ്കരിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോയത് കാരണം ളുഹുർ നിസ്കാരം ഖളാ ആണ്, നഷ്ടമാണ്. വീട്ടില് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിസ്കാരമില്ല, വാലുണ്ടെങ്കിൽ സുബഹി നിസ്കാരമില്ല. ഇങ്ങനെ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ, നിസ്കാരം ഖളായി പോകുമോ എന്ന് ഭയമില്ലാത്തവർ, ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവർക്ക് അപകടമാണ്. നിസ്കരിക്കുന്നവർക്കാണ് അപകടം, തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർക്ക്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നിസ്കരിക്കാത്തവരെ കാര്യം പറയണോ? വേണോ? നിസ്കരിക്കാത്തവരെ കാര്യം പറയണോ? മാ സലകകും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ കിടന്നത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടന്നത് എന്ന് നരകക്കാർ നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നരകക്കാരോട് ചോദിക്കുക, എന്തേ നിങ്ങളൊക്കെ നരകത്തിൽ കിടന്നത്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാരണം അതാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ ദാനധർമ്മം ചെയ്തില്ല. നരകത്തിലേക്ക് കടക്കാനുള്ള കാരണം ഒന്ന്, നിസ്കാരം നെവർ മൈൻഡ് ചെയ്തതാ.
അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന കളമശ്ശേരിയുടെ ചെറുപ്പക്കാരോട് എന്ത് കാരണം വന്നാലും, എന്ത് തിരക്ക് വന്നാലും എന്റെ നിസ്കാരം സമയാസമയങ്ങളിൽ ഞാൻ നിസ്കരിക്കുമെന്ന് ഒരു പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ നിസ്കാരം നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ, നിങ്ങൾ ഉണ്ടാക്കിയതല്ല, പൈസ ആരുണ്ടാക്കിയതാ? നിങ്ങൾ ഉണ്ടാക്കിയതാണോ? മോദി ഉണ്ടാക്കിയതാണോ? മോദിയുടെ പ്രഭാഷണങ്ങളൊക്കെ കാണാം. 2000 രൂപന്റെ നോട്ടെടുത്താല് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിന്റെ പ്രഭാഷണം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എനിക്കും അങ്ങനെ ചെയ്യാം. അത് റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായ? നിങ്ങൾക്ക് നാളെ ഖലീലുദ്ദീയുടെ പ്രഭാഷണം കാണണമെങ്കിൽ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് 2000 രൂപയുടെ നോട്ടിൽ വെക്കുന്ന സൗകര്യം എനിക്കും ഉണ്ടാക്കാം. അതൊന്നും വലിയ സംഭവമല്ല. അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടും വേണ്ട, അത് കണ്ടിട്ട് ഞെട്ടിക്കാൻ വേണ്ട. ഞെട്ടാൻ അവിടെ ആളില്ല. അപ്പൊ അതൊന്നുമല്ല വിഷയം. പൈസ ഉണ്ടാക്കുന്നത് റിസർവ് ബാങ്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നത് അവരുമല്ല. മിമ്മാ റസഖ്നാകും, ഞാനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്, സമ്പത്ത് തന്നത് ഞാനാണ്. ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കൂലേ? ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 രൂപ എല്ലാവർക്കും തരാൻ, എന്നാൽ നിങ്ങൾ ഒരു 1000 രൂപ എന്നാൽ നാൾ കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കൂലേ? കാരണം ഞാൻ നിങ്ങൾക്ക് തന്നത്, എന്നിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുമോ? അതുപോലെ പടച്ചോൻ പറയാൻ, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു, ആ പൈസയിൽ നിന്ന് നിങ്ങൾ കുറച്ച് നിങ്ങൾ സംഭാവന കൊടുക്കണേ. ഞാൻ അവർക്ക് നൽകിയ ആ ഒരു സമ്പത്തിൽ നിന്ന് അവർ സംഭാവന ചെയ്തു. സിർറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി സംഭാവന കൊടുക്കേണ്ടി വരും, ചില സമയങ്ങളിൽ രഹസ്യമായി സംഭാവന കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇവിടെ വെച്ചിട്ട് വലിയൊരു ഭീമമായ ചെലവുണ്ട്, നിങ്ങൾ ചെലവേറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോ രഹസ്യമായിട്ടല്ലേ കൊടുക്കേണ്ടത്, ഞാൻ പറയൂല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. സിർറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി പറയുന്നതാണ് ഖൈറ്. ഞാനിവിടെ എണീറ്റ് നിന്നിട്ട് ഞാൻ 1000 കൊടുക്കുക, നിങ്ങൾ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ ഉസ്താദ് 1000 കൊടുക്കേ, എന്നാ പിന്നെ ഞാൻ കൊടുക്കാതിരുന്ന മോശം, എന്നാ പിന്നെ ഞാനും 1000, അടുത്താള് ഞാനും 1000. സിർറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി കൊടുക്കേണ്ടി വരും, ചില സമയങ്ങളിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും. ഏത് രീതിയിൽ കൊടുത്താലും, രഹസ്യമായി കൊടുത്താലും പരസ്യമായി കൊടുത്താലും, തന്റെ മനസ്സകങ്ങളിൽ അഹങ്കാരത്തിന്റെ ലക്ഷണം വരാൻ പാടില്ല. ഞാൻ സ്വതക്ക കൊടുത്തല്ലോ എന്നൊരു ചിന്ത പോലും വരാൻ പാടില്ല. അല്ലാഹു ഇത് സ്വീകരിച്ചോ എന്ന ചിന്തയാണ് വേണ്ടത്. മനസ്സിലായില്ല? സ്വതക്ക കൊടുത്തിട്ട് നെഞ്ചുമിരിച്ചു നടക്കണ്ട, അങ്ങനെയല്ല ചെയ്യേണ്ടത്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, എന്താണ് ഈ ആയത്ത് പറയുന്നത്? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, സ്വതക്ക കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഹൃദയം ഇങ്ങനെ പേടിച്ചു വിറക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും സ്വതക്ക കൊടുക്കുമ്പോ വിറച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയ്, ഉണ്ടോ? ഉണ്ടോ? എപ്പോഴെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ സ്വതക്ക കൊടുക്കുമ്പോ എന്റെ ഹൃദയം പേടിച്ച് വിറച്ചിട്ടുണ്ട്? പറ്റുമോ? ഇല്ല. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അല്ല നബിയേ, അല്ല നബിയേ, ആരെക്കുറിച്ചാണ് നബിയേ ഈ ആയത്തിറങ്ങിയത്? ആരെക്കുറിച്ചാണ് നബിയേ ഈ ആയത്തിറങ്ങിയത്? കള്ളുകുടിയന്മാർ, കള്ളുകുടിച്ച് നടക്കുന്ന തെമ്മാടികൾ സ്വതക്ക കൊടുക്കുമ്പോൾ അവരെ കുറിച്ചാണോ ഈ പേടിക്കുന്നു എന്ന് പറഞ്ഞത്? അതുപോലെ തന്നെ വ്യഭിചാരികളായ ആളുകൾ സ്വതക്ക കൊടുക്കുമ്പോൾ ഹൃദയം പേടിക്കുമെന്നാണോ പറഞ്ഞത്? പലിശ തിന്നുന്ന ആളുകൾ, അക്രമികളായ ആളുകൾ, തോന്നിവാസങ്ങളുടെ, കോപ്രാട്ടിത്തരങ്ങളുടെ, തിന്മകളുടെ അപ്പോസ്തലന്മാരായി നാട്ടിൽ ഇറങ്ങുവാണ് തോന്നിവാസികളായ ആളുകൾ സ്വതക്ക കൊടുക്കുമ്പോൾ വെറുക്കുമെന്നാണോ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ലാ യാ ആയിഷ, അവരെ കുറിച്ചല്ല പറഞ്ഞത്, ഇത് നിസ്കാരക്കാരുടെ സ്വതക്കയാണ്, അള്ളാഹുവിനെ പേടിയുള്ള ആളുകളുടെ സ്വതക്കയാണ്. എന്തിനാണ് പിന്നെ അവരെ പേടിക്കുന്നത്? എന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ഇതാണ് അവരുടെ പേടി. ഞാനൊരു 1000 രൂപ കൊടുത്തു, പടച്ചോനെ ഇത് എന്റെ നീയത്ത് നന്നായിട്ടുണ്ടോ, അള്ളാഹു എന്റെ സ്വതക്ക സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു പേടി എന്നെ അലട്ടുകയാണ്. ഇതാണ് മുഅ്മിനീങ്ങൾ. ആ ഒരു ചിന്ത നമ്മൾക്ക് വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ രീതിയിൽ സദഖ കൊടുത്താൽ യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണിത്. ഞാൻ നിങ്ങളോട് പറയുകയാണ് സഹോദരിമാരെ, നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നോട് പറയല്ലോ, ഉസ്താദെ ഒന്ന് വേഗം പറഞ്ഞു തരൂ, പൈസ ഇല്ലാതെ ഞങ്ങൾ നടക്കാൻ. നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ ഇറക്കും. 10 ലക്ഷം, ഭാര്യയുടെ 10 പവൻ,
ഭാര്യയുടെ 40 പവൻ കൊണ്ടുപോയി ബാങ്കിൽ പണം വെച്ചിട്ട് ഹറാമാണല്ലോ, അതുകൊണ്ട് എവിടെ പോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് നഷ്ടമില്ലാത്ത കച്ചവടമാണല്ലോ, ഞാൻ കൊടുക്കാൻ. എല്ലാരും തരും, ഉറപ്പാണ്. പക്ഷെ എന്തേ ആളുകൾ കൊടുക്കാൻ പേടിക്കുന്നത്? കച്ചവടം തുടങ്ങാൻ ഭയക്കുന്നതിന്റെ ആകെയുള്ളത് ഭാര്യയുടെ സ്വർണമാണ്. ഇതും കൂടി കൊണ്ടുപോയി ഞാൻ വിറ്റ് നഷ്ടം വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റൂല. പക്ഷെ അങ്ങനെയുള്ളൊരു കച്ചവടമല്ല ഇത്. ഇത് വിജയം ഉറപ്പായിട്ടുള്ളൊരു കച്ചവടമാണ്, നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ആ കച്ചവടമാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, പരിശുദ്ധമായ അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കുന്ന ആളുകൾ. ഈ കച്ചവടം നിങ്ങൾക്ക് നഷ്ടമല്ല, ഇത് നിങ്ങളുടെ ഖബറിലേക്ക് വരാനുള്ള നന്മയാണ് എന്ന് മഹാനായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചെറുവാളൂർ ഉസ്താദാണോ? നമ്മുടെ ശൈഖുന ചെറുവാളൂർ ഹൈദ്രൂസ് മുസ്ലിയാർ അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ശംസുൽ ഉലമയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കുകയും ശംസുൽ ഉലമയുടെ ഒരു ശിഷ്യനായി ഇതുപോലെ ശംസുൽ ഉലമയെക്കുറിച്ചൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ് പൂർത്തിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുമ്പ് ഉസ്താദിന്റെ മകന്റെ ഒരു സദസ്സിൽ ഷൊർണൂർ ഒന്ന് പങ്കെടുത്തു നിന്ന് ഉസ്താദ് ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തിയ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കാൻ പോകുന്നില്ല, എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവാൻ. ഏതായാലും എണീറ്റ സ്ഥിതിക്കൊന്ന് കൈക്കൊക്കെ കുറഞ്ഞോളി. പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ടിരുന്നോളി, ക്ഷീണൊക്കെ ഉണ്ടെങ്കിൽ, നേരത്തെ വന്നിട്ട് വന്നവരാണെങ്കിൽ. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് വിനയം എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്കൊക്കെ എല്ലാവരും ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കറിയാം. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഞാൻ മുമ്പ് ഇതുപോലെ ഉസ്താദിനെ മുമ്പ് പരിചയപ്പെട്ടപ്പോഴൊക്കെ ഇതുപോലെ ആലുകുട്ടി ഉസ്താദാണെങ്കിൽ ആരാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ പണ്ഡിതന്മാരുടെയും ഒരു മുഖമുദ്രയാണ് വിനയം എന്നത്. ഇൽമു കൂടുമ്പോൾ വിനയം വർദ്ധിക്കുമെന്നാണ്. നമ്മുടെ മരങ്ങളിൽ ഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ ചില്ലകൾ താഴ്ന്നു വരുന്നത് പോലെ ഇൽമു വർദ്ധിക്കുമ്പോൾ വിനയമുണ്ടാകും. അല്ലാഹു അവർക്കും അദ്ദേഹത്തിനൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. ശംസുൽ ഉലമയുടെ ഏറ്റവും ഒരു അടുത്ത ശിഷ്യനും കൂടെയാണ്. ഒരുപാട് ശംസുൽ ഉലമയുടെ വലിയൊരു കറാമത്തിന് സ്വന്തമായി അനുഭവമുള്ള ഒരാൾ കൂടിയാണ്. ചെവിയുടെ ഒരു ഓപ്പറേഷൻ വന്നപ്പോ ശംസുൽ ഉലമ അദ്ദേഹത്തോട് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ശംസുൽ ഉലമയുടെ അടുത്ത് പോയപ്പോ മഹാനായ ശംസുൽ ഉലമ അദ്ദേഹത്തോട് പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ മഹാനായ ദാവൂദുൽ ഹക്കീം മുത്തുപ്പെട്ട തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതിക്കോളീൻ. അങ്ങനെ ഒരു ഓതി പള്ളിയിൽ ഉറങ്ങുമ്പോൾ ആരോ വന്നിട്ട് ചെവി ഓപ്പറേഷൻ ചെയ്തു, അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ചെവിയിൽ എന്തില്ല, ഓപ്പറേഷന്റെ ആവശ്യമില്ല. അല്ല ഉസ്താദെ, ഉസ്താദിന്റെ മുമ്പിൽ തന്നെ പറയാലോ ഇൻഷാ അല്ലാഹ്, അത് കളവാവില്ലല്ലോ, ഉസ്താദിന്റെ മുമ്പിൽ തന്നെ പറയാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ.